ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു കുമ്പളങ്ങ പച്ചടീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളിത് മെയിനായിട്ട് സദ്യൻ്റെ കൂടെയൊക്കെയാണ് തയ്യാറാക്കൽ. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ അതാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ചെറിയ കുമ്പളങ്ങനെ പകുതിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെങ്കിലും കുറച്ചുകൂടി കട്ടി വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടാണ്, അതിലേക്കൊരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ക്രഷ് ചെയ്തെടുത്താണ്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ നിറച്ചുമായിട്ട് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാകും കേട്ടോ. അത്രയും തൈര് ചേർത്ത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിവിടെ അരച്ചെടുത്താണ്. ഇനി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കുമ്പളം വെന്ത് വന്നാണോ നോക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇളക്കിയൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുതായിട്ടല്ലേ കട്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ വേഗം തന്നെ വെന്ത് വന്നാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കാം. മിക്സിൻ്റെ ജാറിൽ ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചാണ്ട് അതും കൂടി ഒന്ന് ചുവറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താണ്. ഇനി നമുക്കതിലേക്കൊന്ന് താളിച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ടതിന് ശേഷം നമുക്കത് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മളെ കുമ്പളങ്ങ പച്ചടി തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.